ഉമ്മൻചാണ്ടിയെ ഏറ്റുവാങ്ങാൻ പുതുപ്പള്ളിയുടെ പ്രിയ ദേവാലയം ഒരുങ്ങി. പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയിൽ വൈദികരെ സംസ്കരിക്കുന്ന സ്ഥലത്ത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് സംസ്കാരം നടക്കുക. എല്ലാ ഒരുക്കങ്ങളും ഇതിനായി പൂർത്തിയാക്കി കഴിഞ്ഞു. ദേവാലയത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വൈദികർക്ക് വേണ്ടിയുള്ള സ്ഥലത്ത്, വൈദികർ മരിച്ചുപോയി കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യുന്നതിനുള്ള സ്ഥലത്ത് ഒരു ആളെ അടക്കം ചെയ്യാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അത് ശ്രീ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ബഹുമാനം, ആദരവാണ്. സാധാരണ ഈ ദേവാലയത്തിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള ആ സെമിത്തേരിയിൽ ഓരോ കുടുംബത്തിനും കല്ലറയുണ്ട്. ആ കുടുംബ കല്ലറയിലാണ് സാധാരണ അടക്കം ചെയ്യാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കരോട്ട് വള്ളിക്കാട്ട് കുടുംബത്തിനും ഇവിടെ ഒരു കല്ലറയുണ്ട്. പക്ഷേ അവിടെ അടക്കം ചെയ്യാതെ ഈ ദേവാലയം ഇവിടെ ഒരു പൊതുയോഗം ചേർന്ന് പ്രത്യേകം സ്ഥലം ഇവിടെ അനുവദിക്കുകയായിരുന്നു. ആ അനുവദിച്ച സ്ഥലത്താണ് ഇവിടെ ഒരു കല്ലറ തയ്യാറാക്കിയിരിക്കുന്നത്. ചേട്ടാ, ഇങ്ങനെ എന്താണ് ഈ സാധാരണ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇവിടെ അടക്കം ചെയ്യാൻ പോകുന്നത് വൈദികർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലത്താണ്. പക്ഷേ പള്ളിയുടെ ഒരു കമ്മിറ്റി ചേർന്ന് ഉമ്മൻചാണ്ടിയെ ഇവിടെ അടക്കം ചെയ്യുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. എന്താ അങ്ങനെ നിങ്ങളിങ്ങനെ ഒരു യോഗം ചേർന്ന് ഒരു ആദരവിൻ്റെ ഭാഗമാണ്? തീർച്ചയായിട്ടും സാറിൻ്റെ ആ മഹത്വത്തിൻ്റെ അതിന് ഏറ്റവും നമ്മളിൽ നിന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതെന്നാണ് ഞങ്ങൾക്ക് എല്ലാ കാലവും ലോകാവസാനത്തോളം ഈ കല്ലറ ഇവിടെ നിലനിൽക്കും. ഏത് സമയത്തും ആർക്കും വന്ന് അവിടെ അത് വിസിറ്റ് ചെയ്യുകയും അത് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തിട്ട് പോകാനുള്ള അവസരങ്ങളുടെ ഉണ്ടാകും. ഇതിനു മുമ്പ് ആർക്കും ഇങ്ങനത്തെ ഒരു ചെയ്തിട്ടില്ല ക്രമീകരണം? ഒരിക്കലുമില്ല. ഇനി ഒരാളുണ്ടാവുമോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഇന്ന് സാറിന് അതിന് തീർച്ചയായിട്ടും അർഹനാണ്. അത് സാധിച്ചു. അത് സാറിൻ്റെ മഹത്വം. സഭാ നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടലാണോ അതേ ഇടവകയുടെ ഒരു തീരുമാനമാണോ? ഇത് മൊത്തത്തിൽ ഇടവകയുടെയും സഭയുടെ ഒക്കെ ഇടവകയാണ് തീരുമാനിച്ചത്. പക്ഷേ എല്ലാ സഭയ്ക്കും ആകമാനം എല്ലാവർക്കും അതൊരു തൃപ്തിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഒരു കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം. ഇവിടുത്തെ സജീവ പ്രവർത്തകനാണ് ഈ ദേവാലയത്തിൻ്റെ. ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ബഹുമാനാർത്ഥമാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം, ഒരു പ്രത്യേക സജ്ജീകരണം ഇവിടെ ഏർപ്പെടുത്തിയത്. ഏതായാലും ഉമ്മൻചാണ്ടി ഇനി അന്ത്യവിശ്രമം കൊള്ളുക ഈ സ്ഥലത്തായിരിക്കും, ഈ കബറിടത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം, ഈ വിഷ്വൽ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഒരുപാട് ആളുകളാണ് ഇപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി അടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, അവിടെ അത് കാണുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ട് ഇവിടെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്നത്തോടുകൂടി ശ്രീ ഉമ്മൻചാണ്ടി ഈ ദേവാലയത്തോടും ഈ ഇടവകയോടും ഒക്കെ വിട ചൊല്ലുകയാണ്. ഇനി ഒരു ദീപ്തമായ ഒരു ഓർമ്മ മാത്രമായി ഉമ്മൻചാണ്ടി അവശേഷിക്കും. ഇനി എന്നും ഓർക്കുക ഇവിടെ ഈ ഒരു കല്ലറയും അതിനകത്ത് അടക്കം ചെയ്ത ശ്രീ ഉമ്മൻചാണ്ടിയെ ആയിരിക്കും.